നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. സത്യം മറയ്ക്കുന്ന സന്ദേശങ്ങൾ. കാണാതായ മലയാളികളുടെ IS ബന്ധത്തിൽ ദുരൂഹതകൾ കാക്കം കൂട്ടി ഒരാളുടെ കൂടി സന്ദേശമെത്തി. പടന സ്വദേശി ഡോക്ടർ ഇജാസിന്റെ ഭാര്യ റിഫൈല ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ സുരക്ഷിതയെന്നും ഉടൻ ജോലി ലഭിക്കുമെന്നും മാത്രം. താൻ എവിടെയെന്ന കാര്യം റിഫൈല വെളിപ്പെടുത്തിയിട്ടില്ല. ബന്ധുക്കൾ കൈമാറിയ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടം തിരഞ്ഞ് അന്വേഷണ സംഘം. കാണാതായ മലയാളികളിൽ പലരുടെയും സന്ദേശങ്ങൾ ലഭിച്ചിട്ടും ഇവർ എവിടെയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ ഇന്റലിജൻസ് ഏജൻസികൾ. അതേസമയം കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായി 5 പേരെ കൂടി കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ. പാലക്കാട് യാക്കരയിൽ നിന്ന് അപ്രത്യക്ഷനായ ഷിബി നേരത്തെ നാടുവിട്ട യഹിയയുടെ സുഹൃത്തെന്ന് വിവരം. കാണാതായവർ വടക്കൻ യമനിലെ ധർമാജിൽ നിന്ന് നാട്ടിലേക്ക് സന്ദേശം നൽകിയതായും സൂചന. 20ലേറെ മലയാളികൾ കൂട്ടത്തോടെ IS ക്യാമ്പിലെത്തിയെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് യോഗം ഇന്ന് ഡൽഹിയിൽ. യോഗത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ഇന്റലിജൻസ് ADGP R ശ്രീലേഖ ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ വിശദീകരിക്കും. സാക്കിർ എന്ന കടങ്കഥ. യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുന്നതായി ആരോപണം നേരിടുന്ന മുസ്ലിം ആത്മീയാചാര്യൻ സാക്കിർ നായിക് ഉടൻ ഇന്ത്യയിലേക്കില്ല. ഇപ്പോൾ സൗദിയിലുള്ള സാക്കിർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്ര മാറ്റിവെച്ചതായി വിവരം. മഹാരാഷ്ട്ര സ്വദേശിയായ സാക്കിർ ഇന്നലെ മുംബൈയിൽ നടത്താനിരുന്ന പത്രസമ്മേളനവും മാറ്റിവെച്ചു. കാണാതായ മലയാളികളിൽ പലർക്കും സാക്കിർ നായിക്കുമായി അടുപ്പമുണ്ടായിരുന്നതായി ബന്ധുക്കൾ. പാലക്കാട് നിന്ന് നാടുവിട്ട യഹിയും ഷിബിയും ഇയാളെ കാണാൻ പലതവണ മുംബൈയിലേക്ക് പോയതിനും തെളിവ്. സാക്കിറിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന NIA സംഘം ഇയാളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമത്തിൽ. സാക്കിറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രകടനങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മുംബൈയിൽ കനത്ത സുരക്ഷ. പ്രകടനങ്ങൾ അക്രമാസക്തമാക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രത. കനലായി കാശ്മീർ. ഭീകര നേതാവിന്റെ വധത്തെ തുടർന്ന് അക്രമം പടരുന്ന കാശ്മീരിൽ മരണസംഖ്യ 30 കടന്നു. ശ്രീനഗർ ഉൾപ്പെടെ 10 ജില്ലകളിലെ നിരോധനാജ്ഞ പിൻവലിച്ചില്ല. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിയന്ത്രണവും തുടരുന്നു. സ്ഥിതിഗതികൾ വീക്ഷിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കാശ്മീർ താഴ്വരയിൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഹിസ്ബുൾ കമാൻഡർ ബുർഹാൻ മുസാഫിർ വാനിയെ പോലീസുകാർ വെടിവെച്ചു കൊന്നതിനെ തുടർന്ന്. 3 ദിവസമായി തുടർന്ന സംഘർഷങ്ങൾക്ക് ഇന്നും അയവില്ലെന്ന് റിപ്പോർട്ട്. അതിനിടെ ബുർഹാൻ വാനിയുടെ വധത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ. ഇന്ത്യയുടെ നടപടി അപലപനീയമെന്നും പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമെന്നും പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയത് മനുഷ്യാവകാശ ലംഘനമെന്നും ഷെരീഫിന്റെ വാർത്താക്കുറിപ്പ്. സഖ്യത്തിലെ തീരാവിവാദം. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് CPM-ൽ ആശയക്കുഴപ്പം. രാഷ്ട്രീയ അടവ് നയത്തിന് വിരുദ്ധമായ നിലപാട് തിരുത്തിയെന്ന് പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയതിനു പിന്നാലെ പാർട്ടി നിർദ്ദേശം സംസ്ഥാന ഘടകം മുഖവിലക്കെടുത്തില്ലെന്ന് റിപ്പോർട്ട്. കോൺഗ്രസുമായി സഹകരണമാകാം, എന്നാൽ തിരഞ്ഞെടുപ്പ് സഖ്യം വേണ്ടെന്ന് സംസ്ഥാന നേതാക്കൾ. നിലവിലെ സാഹചര്യം മനസ്സിലാക്കാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും പ്രതിഷേധം. അഭിപ്രായ ഭിന്നത പരിഗണിച്ച് സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 2 വരെ സംസ്ഥാന പ്ലീനം ചേരും. 2018-ൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം വേണ്ടെന്ന നിലപാട് സംസ്ഥാന ഘടകത്തെ ബാധിക്കാനിടയില്ല. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.